ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുരേഷ് കരിപ്പുഴ സ്റ്റാർ ഫിഷിംഗ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടല്ലോ, ആദ്യം ആ വല വീശുന്നത് നല്ല ഹൈറ്റിൽ നിന്നുകൊണ്ട് വീശുന്നതാണ്. രണ്ടാമത് വീശുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്ന അതേ സ്പോട്ടിൽ തന്നെ നിന്ന് വീശുന്ന വീഡിയോ ആണ് രണ്ടാമത് കാണിച്ചത്. അപ്പോൾ സാധാരണ നല്ല ഹൈറ്റിൽ നിന്ന് വീശുന്ന സമയത്ത് വല കൊണ്ടൊന്ന് താഴോട്ട് ഒതുങ്ങി പോകത്തേ ഉള്ളൂ. സാധാരണ മിക്ക വലകൾ വീശിയാലും വലയ്ക്കുള്ള ഫുൾ വിരിവ് താഴെ ചെല്ലുമ്പോഴത്തേക്ക് കിട്ടത്തില്ല. അപ്പോൾ അതൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് നല്ല ഹൈറ്റിൽ നിന്നുകൊണ്ടൊന്ന് വീശി കാണിച്ചത് ആദ്യം. അപ്പോൾ വല കണ്ടല്ലോ, ആർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇതുപോലൊരു വല നിങ്ങൾക്ക് നിർമ്മിക്കണോ? വളരെ ഈസിയാണ്. ഇത് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിലും എല്ലാം പറഞ്ഞു തരാമെന്നാണ് ഈ വീഡിയോയെ കൂടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെച്ചേക്കാൻ മറക്കരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ കഴിഞ്ഞ 24 mm നൈലോൺ വല ചെയ്തിരുന്ന 7 മുഴത്തിൻ്റെത്, ആ വല ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് മിച്ചം വന്ന കുറച്ച് വലയുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് 2 കളറായിട്ട് ഒന്ന് കളർ മുക്കി നോക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ അതിൽ പകുതി ഭാഗം തിരിച്ചിട്ട് നമ്മൾ ഓറഞ്ച് കളർ മുക്കിയതാണ്. അപ്പോൾ കളർ മുക്കുന്നതിൻ്റെ അതിലൊന്നും വീഡിയോ എടുത്തിട്ടില്ല, കാരണം ഞാനിത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചല്ലായിരുന്നു ഇത് ചെയ്തത്. അപ്പോൾ ഇത് വല ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗി തോന്നി എനിക്ക്. അത് തന്നെയല്ല, ഇത് കൊണ്ട് വീശിയെടുത്തും എല്ലാം കാണുന്നവരെല്ലാം ചോദിച്ചിട്ട് എങ്ങനെയാണ് ചെയ്തത്, അത് എവിടുന്ന് മേടിച്ച്, അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ ചോദിച്ചത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതി ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കളറ് നമുക്ക് എല്ലാ വലക്കടകളിലും മേടിക്കാൻ കിട്ടും. അതിന് 20 രൂപ മറ്റോ ആണ് ഇതിൻ്റെ വില. ചെറിയ പാക്കറ്റിൽ കിട്ടും. അതിന് 4 കളറ് അവൈലബിൾ ആണ്. അത് പച്ച, ഓറഞ്ച്, ചുവപ്പ്, നീല, അങ്ങനെ കണ്ട് 4 കളറാണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ വില എനിക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റത്തില്ല, കാരണം ഇത് കോട്ടയത്തുള്ളൊരു സുഹൃത്താണ് എനിക്ക് അയച്ചു തന്നത്. അദ്ദേഹത്തിൻ്റെ പേര് രഞ്ജി എന്നാണ്. അദ്ദേഹമാണെങ്കിൽ ഇതോട്ട് നമ്മൾ ഒരാഴ്ച മുന്നേ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടെ പരിചയപ്പെട്ടതാണ്. എന്നിട്ട് പോലും ഇതോട്ടൊരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞപ്പം അദ്ദേഹം ഇതിൻ്റെ വില പോലും പറയാതെ ഇത് അയച്ചു തരികയാണ് ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആദ്യമേ ഒരു നന്ദി പറയട്ടെ ഞാൻ. അപ്പോൾ ഇത് ആ കളർ മുക്കുന്നതൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തു തരാം. അത് ഈ വലയുടെ ഒരു പാറ്റേൺ ഇതാണ്. ആദ്യത്തേത് 5 പീസ് അരമുഴം വീതമാണ്. പിന്നെ അടുത്ത പീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 1 മുഴത്തിൻ്റെ പീസാണ് കൊടുത്തേക്കുന്നത്. അത് ആ കളർ ചെയ്യാത്ത വെള്ള ഭാഗം കാണുന്നതാണ്. അതിൻ്റെ തൊട്ട് താഴത്തത് അരമുഴത്തിൻ്റെ ഒരു പീസ് കൊടുത്തിട്ടുണ്ട്. അത് ആ ഓറഞ്ച് കളറ്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് 2 ഇഞ്ചിൻ്റെ ഒരു വെള്ള പീസ്, അത് കളർ ചെയ്യാത്ത ആ പീസ് കൊടുത്തു. അതിൻ്റെ തൊട്ട് താഴെ വീണ്ടും അരമുഴത്തിൻ്റെ ഒരു പീസാണ്. അത് കഴിഞ്ഞിട്ട് വീണ്ടും 2 മുഴത്തിൻ്റെ ഒരു പീസ് കളർ ചെയ്യാത്തത്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ. അപ്പോൾ ഒരേ പാളിക്ക് എടുക്കുന്ന കണ്ണിയുടെ എണ്ണം പറഞ്ഞുതരാം. അതിൻ്റെ അകത്ത് കിട്ടുന്ന ആ മാല് എത്ര എണ്ണം കഴിഞ്ഞിട്ട് ആ മാലിടുന്നതെന്നുള്ള പറഞ്ഞുതരാം. അപ്പോൾ അത് നമുക്ക് നേരെ വീഡിയോ കാണാം. അത് നമ്മളിതിൻ്റെ ആദ്യ പാളി എടുത്തേക്കുന്നത് കഴിഞ്ഞ വലയ്ക്ക് എടുത്ത അതേ കണക്ക് വെച്ച് തന്നെ 132 കണ്ണിയാണ് എടുത്തേക്കുന്നത്. ആദ്യത്തെ പാളിയിൽ 132 കണ്ണി. അപ്പോൾ നമ്മുടെ താഴത്തെ അത് 9 ഇഞ്ചാണ്. അത് അരമുഴത്തിൻ്റെ ഇറക്കമായിരുന്നു എടുത്തിരുന്നത്. രണ്ടാമത്തെ പാളിയിൽ നമ്മൾ എടുത്തേക്കുന്നത് 158 കണ്ണിയായിരുന്നു. അത് ജോയിൻറ്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ 4 കണ്ണി വിട്ടിട്ട് 5ാമത്തെ കണ്ണിക്കായിരുന്നു മാല് കൊടുത്തിരുന്നത്. 4 കണ്ണി കഴിഞ്ഞിട്ട് 5ാമത്തെ കണ്ണിക്ക് മാല് കൊടുത്ത് അങ്ങനെ 158 കണ്ണി വന്നതിൽ. അടുത്ത 3ാമത്തെ പാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും 9 ഇഞ്ചിൻ്റെയാണ് എടുത്തത്. അതിൻ്റെ അകത്ത് 236 കണ്ണിയുണ്ട്. അത് ഒന്നിടവിട്ട കണ്ണികൾക്കാണ് മാല് കൊടുത്തത്. ഒരു കണ്ണി കഴിഞ്ഞിട്ട് 2ാമത്തെ കണ്ണിക്ക് മാല്. അങ്ങനെയാണ് ആ 3ാമത്തെ പാളി ചെയ്തേക്കുന്നത്. ഇതിൻ്റെ 4ാമത്തെ പാളി എടുത്തേക്കുന്നത് 9 ഇഞ്ചിനാണ്. അത് 353 കണ്ണി വന്നിട്ടുണ്ട്. അത് ജോയിൻ്റ് ചെയ്തപ്പോഴും ഒന്നിടവിട്ട കണ്ണിക്ക് തന്നെയാണ് മാല് കൊടുത്തേക്കുന്നത്. 4ാമത്തെ പാളി 353 കണ്ണി ഒന്നിടവിട്ട കണ്ണിക്ക് മാല് കൊടുത്ത്. ഇതിൻ്റെ 5ാമത്തെ പാളിയിൽ വന്നിട്ട് 439 കണ്ണിയാണ്. അത് ജോയിൻ്റ് ചെയ്തപ്പോൾ 3 കണ്ണി കഴിഞ്ഞ് 4ാമത്തെ കണ്ണിക്കാണ് മാല് കൊടുത്തേക്കുന്നത്. 3 കണ്ണി കഴിഞ്ഞിട്ട് 4ാമത്തെ കണ്ണിക്ക് മാല്. ഒന്ന് ശ്രദ്ധിച്ച് ചോദിക്കാം, 3 കണ്ണി വിട്ടിട്ട് 4ാമത്തെ കണ്ണിക്കാണ് അതിൻ്റെ അകത്ത് മാല് കൊടുത്തേക്കുന്നത്. ഇതേ രീതിയിൽ മാല് കൊടുക്കാനൊരു കാരണം എന്ന് പറഞ്ഞാൽ ചിലർ പറയും ഇതിൻ്റെ അകത്ത് ആദ്യം 2 കണ്ണി കഴിഞ്ഞ് മാല് കൊടുക്കണം, പിന്നെ 3 കണ്ണി കഴിഞ്ഞ് മാല് കൊടുക്കണം, അടുത്ത 4 കണ്ണി കഴിഞ്ഞ് മാല് കൊടുക്കണം. അങ്ങനെ ഓർഡർ അനുസരിച്ച് എടുത്തെങ്കിൽ മാത്രമേ വല വിരിയത്തുള്ളൂ എന്ന് പറയും. അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഒരേ ചുറ്റളവ് കണക്കാക്കി, നമ്മളെടുക്കുന്ന ഇറക്കത്തിൻ്റെ അനുസരിച്ച് ചുറ്റളവ് കണക്കാക്കി നമുക്ക് കണ്ണിയുടെ എണ്ണം ക്രമപ്പെടുത്താൻ പറ്റുന്നതാണ്. അത് 1 ഇട വിട്ട് വേണമെന്നോ 2 ഇട വിട്ട് വേണമെന്നോ അങ്ങനെയുള്ള ഒരു പ്രത്യേക കണക്കൊന്നുമില്ല. അത് നമ്മൾ കണ്ണി കറക്റ്റായിട്ട് ആ ഇറക്കം വരുന്നുണ്ടെങ്കിൽ അതിന് എത്ര കണ്ണി വേണം അത് കണക്കാക്കി ചെയ്തിരുന്നാൽ മതി നമ്മൾ.
ഈ വലയുടെ ആദ്യത്തെ 5 പാളിയും അരമുഴം വീതമാണ് എടുത്തേക്കുന്നത്, 9 ഇഞ്ച് വീതമാണ് എടുത്തേക്കുന്നത്. ആദ്യത്തെ 5 പാളി, അത് ആദ്യത്തെ 5 പാളിയിൽ ഫസ്റ്റ് പാളി നമ്മൾ ഓറഞ്ച് കളർ കൊടുത്ത്, സെക്കൻഡ് വന്നിട്ട് കളർ ചെയ്യാത്തത്, തേർഡ് വന്നിട്ട് നമ്മൾ വീണ്ടും കളർ ചെയ്തത് കൊടുത്ത്, നാലാമത്തെ വന്നിട്ട് വീണ്ടും കളർ ചെയ്യാത്തത്, അഞ്ചാമത്തെ വീണ്ടും കളർ ചെയ്തത്, അങ്ങനെയാണ് നമ്മൾ കൊടുത്തിരുന്നത്. നമ്മുടെ ആറാമത്തെ പാളി വന്നിട്ട് 18 ഇഞ്ചിൻ്റെ, അതായത് 1 മുഴത്തിൻ്റെയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ അകത്ത് 584 കണ്ണി വന്നിട്ടുണ്ട്. അത് ജോയിൻറ്റ് ചെയ്തപ്പോൾ 2 കണ്ണി കഴിഞ്ഞിട്ട് മൂന്നാമത്തെ കണ്ണിക്കായിരുന്നു മാല് കൊടുത്തിരുന്നത്. അങ്ങനെയാണ് അതിൽ 584 കണ്ണി വന്നത്. അടുത്ത അത് വന്നിട്ട് നമ്മൾ കളർ ചെയ്യാത്ത വലയാണ് കൊടുത്തത്. അത് 1 മുഴത്തിൻ്റെ കൊടുത്തിരുന്നത്. അതിൻ്റെ തൊട്ട് താഴെ കൊടുത്തേക്കുന്നത് നമ്മൾ കളർ ചെയ്തേക്കുന്ന വലയാണ്. അത് നമ്മൾ അരമുഴത്തിനാണ്, 9 ഇഞ്ചിനാണ് ആദ്യത്തെ പീസ് എടുത്തത്. അതിൻ്റെ അകത്ത് 2 കണ്ണി കഴിഞ്ഞിട്ട് മൂന്നാമത്തെ കണ്ണിക്കാണ് മാല് കൊടുത്തത്. 2 കണ്ണി കഴിഞ്ഞിട്ട് മൂന്നാമത്തെ കണ്ണിക്ക് അതിൻ്റെ അകത്ത് വന്നപ്പോൾ 778 കണ്ണിയാണ് വന്നത്. 778. അടുത്ത പാളിയിൽ വരുന്ന നമ്മൾ ചെയ്തേക്കുന്ന പറഞ്ഞാൽ ഈ 2 കളറിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു ചെറിയ ലൈൻ മാതിരി ഒരു വൈറ്റ് വരാൻ വേണ്ടി നമ്മൾ കൊടുത്തിരുന്ന, അതൊരു 2 ഇഞ്ച് വീതിക്കാണ് ഇതെടുത്തത്. അത് ഞാനതൊരു 2 കണ്ണി മാത്രമായിട്ട് കൊടുത്ത് ചെറിയ ലൈൻ മാതിരി തോന്നിക്കാനായിട്ട് കെട്ടാൻ നോക്കിയത്. അപ്പോൾ കയ്യിൽ പിടിച്ച് കെട്ടാനുള്ള അസൗകര്യം കാരണം പിന്നെ അത് 2 ഇഞ്ചിലാക്കിയതാണ്. ആ വൈറ്റ് കൊടുത്തെടുത്ത് നമ്മൾ ഇത് കൊടുത്തിട്ടില്ല, നമ്മൾ മാലിട്ടിട്ടില്ല. അതിൽ വൈറ്റ് അങ്ങോട്ട് ജോയിൻറ്റ് ചെയ്തെടുത്ത് ആ 2 കളറിൻ്റെ ഇടയ്ക്കായിട്ട് വൈറ്റ് ജോയിൻറ്റ് ചെയ്തപ്പോൾ നമ്മളതിൽ മാല് കൊടുത്തിട്ടില്ല. അതിൻ്റെ അകത്ത് 778 കണ്ണി തന്നെയാണ് താഴെയും വന്നേക്കുന്നത്. അപ്പോൾ ആ വൈറ്റിൻ്റെ തുടക്കത്തിലോ അവസാനത്തിലോ 778 കണ്ണി തന്നെയാണ് അതിൽ വന്നേക്കുന്നത്. ഇനി നമ്മുടെ ലാസ്റ്റിലത്തെ പാളി പറയാം. അത് 2 മുഴത്തിനാണ്, അതായത് 36 ഇഞ്ചിനാണ് അത് എടുത്തേക്കുന്നത്. അതിൻ്റെ അകത്ത് 1164 കണ്ണിയാണ് വന്നേക്കുന്നത്. അതിൽ അത് ജോയിൻ ചെയ്തപ്പോൾ മാല് കൊടുത്തേക്കുന്നത് 1 കണ്ണിക്ക് മാല് കൊടുത്താണ് ചെയ്തേക്കുന്നത്. 1 കണ്ണിക്ക് മാല് കൊടുത്ത് അതിൽ 1168 കണ്ണിയും വന്നിട്ടുണ്ട്. എല്ലാ പാളിയിലും 2 കണ്ണി അധികം ഇട്ടേക്കുന്നത് പറഞ്ഞാൽ നമ്മൾ ആ സൈഡ് ജോയിൻറ്റ് ചെയ്യുമ്പം 1 കണ്ണിയുടെ ചേർത്ത് കെട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ഒരേ കണ്ണി അധികം ഇട്ടിരുന്നത്. 2 സൈഡിലും ഒരേ വിധം ഈ 2 കണ്ണി അധികം ഇട്ടേക്കുന്നത് അതിന് വേണ്ടിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു.